വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു കണ്ടക്റ്റിംഗ് ഷെൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ സെൻറ്ററിൽ ഞാനൊരു +Q ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ കണ്ടക്റ്റിംഗ് ഷെല്ലിന് സംഭവിക്കുക? നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഞാനൊരു +Q ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ +Q ചാർജ് കാരണം ഈ ഇന്നർ സൈഡ് ഓഫ് ദ കണ്ടക്റ്റിംഗ് ഷെൽ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജുകൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സിമിലർലി an equal amount of positive charge will be induced on the outer surface. അപ്പം ഇവിടെ ഞാൻ എത്രയാണോ ചാർജ് വെച്ചിട്ടുള്ളത് അതേ എമൗണ്ട് ഓഫ് ചാർജ് ആയിരിക്കും എവിടെ ഇൻഡ്യൂസ് ചെയ്യുക? ഈ നമ്മുടെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഷെല്ലിൻ്റെ ഔട്ടർ സർഫസിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രതീതമാവുന്ന എന്താണ്? ഈ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാർജ് ഔട്ടർ സർഫസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് പ്രതീതമാവുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, അത് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ +Q ചാർജ് ടു ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഷെൽ. ഇനി ഏതിലൂടെ? ഇതിൻ്റെ ഉള്ളിൽ ഏതാണോ നമ്മൾ മീഡിയം വെച്ചിട്ടുള്ളത്, ത്രൂ ദാറ്റ് മീഡിയം. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. നമ്മളെ എത്ര എമൗണ്ട് ആണോ നമുക്ക് ഈ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ചാർജ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് തീരുമാനിക്കുന്ന ആരാ? നമ്മൾ ആ സെൻറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ആ സ്പെറിക്കൽ ഷെല്ലിൽ വെച്ചിട്ടുള്ള ചാർജാണ്. അതല്ലാതെ നമ്മൾ ഏത് മീഡിയത്തിലൂടെയാണോ ഈ ചാർജ് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതല്ല. അപ്പം അവിടെ നമുക്ക് പറയാം, ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയം ബട്ട് ഡിപ്പെൻഡ് ഓൺലി ഓഫ് ദ ചാർജ് കെപ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. നമ്മൾ ഷെല്ലിൻ്റെ സെൻറ്ററിൽ വെച്ച ചാർജിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ചാർജാണ് തീരുമാനിക്കേണ്ടത് എത്രയാണ് ചാർജ് പുറത്തേക്ക് പുറത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത്. അതല്ലാതെ ഏത് മീഡിയത്തിലാണ് വെച്ചതെന്നുള്ളത് ഒരു ഡിപ്പെൻഡൻസി ഒന്നും അവിടെ പറയുന്നില്ല. അതാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രത്യേകത. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ചാർജസ് കെപ്റ്റ് അറ്റ് ദ സെൻറ്റർ, നോട്ട് ഓൺ ദ മീഡിയം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് D വെച്ചിട്ടാണ്, വെക്ടർ D വെച്ചിട്ടാണ്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടറും കൂടിയാണ്, അതും കൂടെ മനസ്സിലാക്കുക. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് D വെച്ചിട്ടാണ്, വെക്ടർ D വെച്ചിട്ടാണ്, ആൻഡ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്പ്ലേസ്ഡ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഷെൽ. ഒരു ഷെല്ലിലൂടെ യൂണിറ്റ് ഏരിയയിലൂടെ എത്രയാണ് ചാർജുകൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, യൂണിറ്റ് ഏരിയയിലൂടെ എത്ര ചാർജാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ വെക്ടർ ആയതുകൊണ്ട് അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷൻ തന്നെയാണ്. ഓക്കെ, നോക്കാം. സോ ഇൻ ദ കേസ് ഓഫ് സ്പെറിക്കൽ ഷെൽ, ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഈ കണ്ടക്റ്റിംഗ് ഷെല്ലുകളുടെ കേസാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈലക്ട്രിക്കുകളുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ കണ്ടക്റ്റിംഗ് ഷെല്ലുകളുടെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്കൊരു എക്സ്പ്രഷൻ എഴുതിക്കൂടെ ഡിക്ക്. സോ നോക്കുക, D ഈക്വൽ ടു എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്പ്ലേസ്ഡ് അല്ലേ, Q ബൈ യൂണിറ്റ് ഏരിയ അല്ലേ, ഡിവൈഡ് ബൈ ഏരിയ അല്ലേ, സ്പെറിക്കൽ ഷെൽ ആയതുകൊണ്ട് 4πr². ഇനി ഡയറക്ഷനോ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനാണ്, കാരണം സെൻട്രലാണ് വെച്ചെങ്കിൽ പുറത്തേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. സോ r cap. So r cap is the unit vector which shows the direction radially outwards. Okay, ഇനി നമുക്കറിയാലോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ ഓൺ ദ സർഫസ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ കണ്ടക്റ്റിംഗ് ഷെൽ അല്ലെങ്കിൽ ചാർജ് ഷെൽ എന്താ? ഓർമ്മ ഉണ്ടായിരുന്നോ? E ഈക്വൽ ടു Q ബൈ 4πε0 r² ഇൻറ്റു r cap, where Q is the total charge on the surface of the conducting shell. അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇതിന് ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തതാണ്. Q ബൈ 4πr² ഇൻറ്റു r cap. ഓക്കെ, ആയി. പിന്നെ ബാക്കി ആരാളുള്ളത്? 1/ε0 ഇൻറ്റു 1/ε0. ഇയാളാരാ? ഇയാളല്ലേ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ളത്. സോ E ഈക്വൽ ടു D ബൈ ε0 ഓർ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് D ഈക്വൽ ടു ε0 E. അപ്പോൾ നോക്കിയേ, ഒരു കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് എന്ത്? D ഈക്വൽ ടു ε0 E. പക്ഷേ ഇത് ഡൈലക്ട്രിക് ആവുന്ന സമയത്ത് മാറ്റങ്ങൾ വരും, ഈ ഡീൻ്റെ എക്സ്പ്രഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് എ കണ്ടക്റ്റിംഗ് ഷെൽ then it depends only on the charge kept at the center of the shell. ഓക്കെ, അതായത് അവിടെ ആ ചാർജ് മാത്രമേ ഉള്ളൂ ഇൻസൈഡിൽ എന്നർത്ഥം. പക്ഷേ ഇത് നമ്മളൊരു ഡൈലക്ട്രിക് ആവുന്ന സമയത്ത് അവിടെ ഈ ചാർജ് മാത്രം, ഫ്രീ ആയിട്ടുള്ള ചാർജുകൾ ഉണ്ടാവും, അതിൻ്റെ പുറമെ മറ്റ് ചാർജുകൾ ഉണ്ടാവും. അത് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം.
Okay, so this is the expression for electric displacement for a spherical conducting shell, D equal to epsilon 0 E. Okay, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. Write down Gauss's law, both integral and differential form in terms of electric displacement. അതായത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ടേമിൽ നമുക്ക് ഗോസസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോമും വേണം, ഡിഫറൻഷ്യൽ ഫോമും വേണം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. നമ്മുടെ ബേസിക് ഡെഫിനിഷൻ ഓഫ് ഗോസസ് ലോ എന്താ? ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 അല്ലേ? ഫ്ലക്സിൻ്റെ ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ എക്സ്പ്രഷനാണ് അത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ കണ്ടക്ടിങ് കേസിലാണ്, കണ്ടക്ടിങ് ഷെല്ലിൻ്റെ കേസാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഡയലക്ട്രിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയലക്ട്രിക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ ഈ എപ്സിലോൺ 0നെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എപ്സിലോൺ 0 ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. What is epsilon 0 E in the case of conducting shell? D, electric displacement. So this equation become closed surface integral D dot dA equal to Q enclosed. Okay, closed surface integral D dot dA equal to Q enclosed. This is the integral form of Gauss's law. Okay, so this is the integral form of Gauss's law for conducting shell in terms of electric displacement. ക്ലിയർ ആണല്ലോ? നമ്മൾ ബേസിക് ഡെഫിനിഷൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് വേണ്ടത് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ള വ്യത്യാസം മാത്രം. ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം വേണം അല്ലേ? ഡിഫറൻഷ്യൽ ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താണെന്നറിയോ? ഇവിടെ ക്യൂ എൻക്ലോസ്ഡ് ഉണ്ട്. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജാണ്. സപ്പോസ് ഞാൻ അതിനൊന്ന് മാറ്റി എഴുതാണ്. ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഡി ക്യൂ. എഴുതിക്കൂടെ? ഈക്വൽ ടു, ഇനി ഡി ക്യൂ ആരാ? അതിനൊരു ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഉണ്ടെങ്കിൽ എന്ത് എഴുതും? നമ്മൾ എങ്ങനെ എഴുതും? വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ. സോ ക്യൂ എൻക്ലോസ്ഡ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ. ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോസസ് ഡൈവേർജൻസ് തിയറം. നമുക്കറിയാം ഗോസസ് ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ ടു വോളിയം ഇൻ്റഗ്രൽ അല്ലെങ്കിൽ വോളിയം ഇൻ്റഗ്രൽ ടു സർഫസ് ഇൻ്റഗ്രൽ ആണ്. അപ്പം ഗോസസ് ഡൈവേർജൻസ് തിയറം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഈ സൈഡ് എന്താവും? ഈ എൽ എച്ച് എസ് എന്തായിട്ട് മാറും? ഈ എൽ എച്ച് എസ് വോളിയം ഇൻ്റഗ്രൽ ആയിട്ട് മാറും അല്ലേ? എങ്ങനെ നോക്കാം. അപ്പം ഞാൻ ഈ ഒരു വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഈ രൂപത്തിലായേ. ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡിന് പകരം വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ. അപ്പം ഗോസസ് ഡൈവേർജൻസ് തിയറം നമ്മൾ എൽ എച്ച് എസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സർഫസ് ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? വോളിയം ഇൻ്റഗ്രൽ ആയിട്ട് മാറും അല്ലേ? സോ വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി ടോ ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ. അപ്പം ഇവിടെ നോക്കി രണ്ട് സൈഡിലും വോളിയം ഇൻ്റഗ്രൽ ഡി ടോ അല്ലേ? കട്ട് ചെയ്ത് പോകാം. ബാക്കി എന്താ ഉണ്ടാവുക? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നമുക്ക് ഈൻ്റെ ടേമിലുണ്ടായിരുന്നു, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റീൻ്റെ ടേമിലുണ്ടായിരുന്നു, നമ്മൾ എന്താക്കി മാറ്റി? ഇപ്പം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ടേമിലാക്കി മാറ്റി ഫോർ കണ്ടക്ടിങ് ഷെൽ. ഓക്കെ, ആലോചിക്കാം. കണ്ടക്ടിങ് ഷെൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ ഡൈ ഇലക്ട്രിക് മീഡിയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഞാൻ കണ്ടക്ടിങ് ഷെല്ലിന് ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാരണം എന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്പ്രഷൻ. അതുപോലെ ആ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ ഗോസസ് ലോൻ്റെ ഡിഫറൻഷ്യൽ ഫോമും ഇൻ്റഗ്രൽ ഫോമും ഉള്ളത് നോക്കണം. ഓക്കെ, ഇനി സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ഡൈഇലക്ട്രിക് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. അപ്പോൾ അതിൽ ഫ്രീ ചാർജുകളുടെ എണ്ണം വളരെ 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 കുറവാണ്. പക്ഷേ ഈ ഡൈഇലക്ട്രിക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? പോളറൈസേഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറൊരു ടൈപ്പ് ചാർജും കൂടെ അവിടെ കടന്നു വരും. ആരാ? ബൗണ്ട് ചാർജസ് അല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി ഫ്രീ ചാർജുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ പോളറൈസേഷൻ കാരണം അവിടെ ആരുണ്ടാവുന്നുണ്ട്? ബൗണ്ട് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പം ഇവിടെ നമുക്ക് പറയാം ഇൻ എ ഡൈഇലക്ട്രിക് മീഡിയം ദർ മേ ബി ഫ്രീ ചാർജസ്. അവിടെ ഉണ്ടാവാം, ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നും പറയുന്നില്ല. കാരണം ഇൻസുലേറ്റർ ആയതുകൊണ്ട് വളരെ വളരെ കുറവ് എമൗണ്ട് ഫ്രീ ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പം ദർ മേ ബി ഫ്രീ ചാർജസ് പ്രസൻറ്റ് അലോങ് വിത്ത് ആര്? ബൗണ്ട് ചാർജസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഓർ വിച്ച് ആർ അക്യുമുലേറ്റഡ് ഡ്യൂ ടു പോളറൈസേഷൻ. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ കേസിൽ ഫ്രീ ചാർജുകൾ വളരെ കുറവ് ഫ്രീ ചാർജുകൾ ഉണ്ടാവാം. അതിൻ്റെ കൂടെ ആരുണ്ട്? നമ്മുടെ പോളറൈസേഷൻ കാരണമുള്ള ബൗണ്ട് ചാർജുകളുണ്ട്. സോ ദ ടോട്ടൽ
ചാർജ് ഡെൻസിറ്റി, ടോട്ടൽ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു എന്ത് വരും? വോളിയം ഫ്രീ ചാർജ് ഡെൻസിറ്റി റോ എഫ് പ്ലസ് വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി റോ ബി. അപ്പോൾ ആലോചിക്കുക, റോ എന്ന് പറയുന്നത് ആ ഒരു ഡയലക്ട്രിക്കിലുള്ള ടോട്ടൽ വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. ആ വോളിയം ചാർജ് ഡെൻസിറ്റി തന്നെ രണ്ടാൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ഒന്ന് ഫ്രീ ചാർജ് ഡെൻസിറ്റി കൂടി ചേർന്നതാണ്, പിന്നെ ഒന്ന് പോളറൈസേഷൻ കാരണമുള്ള ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയാണ്. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് വേറൊരാളും കൂടി അറിയാലോ. വാട്ട് ഈസ് റോബി? റോബി ആരാ? വോളിയം ബൗണ്ട് ചാർജ് ആരാ? മൈനസ് ഡെൽ ഡോട്ട് പി അല്ലേ? സിഗ്മ ബി നമുക്കറിയാം എന്തായിരുന്നു? പി ഡോട്ട് എൻ ക്യാപ്പ് ആണ്. ഇവിടെ നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി ആണ് എടുക്കുന്നത്, അതുകൊണ്ട് റോ ബി ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി. സോ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം റോ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. ഇവിടെ പ്ലസ് റോ ബി ആണ്, നമ്മുടെ ഈ വാല്യൂ എന്താണ്? മൈനസ് ഡെൽ ഡോട്ട് പി ആണ്. സോ റോ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. ഇക്വേഷൻ നമ്പർ 3. ഇനി എന്താ നമ്മുടെ ഗോസസ് ലോൻ്റെ ഡിഫറൻഷ്യൽ ഫോം? ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഫോം എന്താ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ശരിയല്ലേ? അപ്പോൾ നോക്കുക, we know the differential form of Gauss's law in terms of electric field intensity E as del dot E equal to rho by epsilon 0. നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ഈ എപ്സിലോൺ 0 ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. സോ ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ ഈക്വൽ ടു റോ. ക്ലിയർ? പക്ഷെ റോ ആരാ? ഇതല്ലേ റോൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 4. അപ്പോൾ ഇക്വേഷൻ 3 ഇക്വേഷൻ 4 നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കാം. വി ഗെറ്റ് ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ ഈക്വൽ ടു റോയ്ക്ക് പകരം റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഡെൽ ഡോട്ട് ഉണ്ട്, ഇവിടെ മൈനസ് ഡെൽ ഡോട്ട് ഉണ്ട്. ഞാൻ ഇയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ പ്ലസ് ഡെൽ ഡോട്ട് പി. അപ്പോൾ ഡെൽ ഡോട്ട് കോമണാണ്, അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഡെൽ ഡോട്ടിനെ പുറത്തേക്ക് എടുത്തു. സോ ഡെൽ ഡോട്ട് ഓഫ് ഇവിടെ ആരുള്ള എപ്സിലോൺ 0 ഇ പ്ലസ് ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് അല്ലേ വരുന്നത്, സോ പ്ലസ് പി. അപ്പോൾ നോക്കിയേ, ഈ എക്സ്പ്രഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നമ്മൾ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് രണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? LHSലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഡെൽ ഡോട്ട് ഓഫ് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈക്വൽ ടു ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? റോ എഫ്. ക്ലിയർ? ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയേ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇവിടുത്തെ ഡൈവേർജൻസ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ നോക്കി, ദിസ് ഡൈവേർജൻസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ഈക്വൽ ടു റോ എഫ്. റോ എഫ് ആരാ? ചാർജ് ഡെൻസിറ്റി അല്ലേ, അതായത് ചാർജിനെയല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഹിയർ ദ ഡൈവേർജൻസ് ഓഫ് ഈ ഒരു ടേം എപ്സിലോൺ 0 ഇ പ്ലസ് പി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആരാണ്? ഫ്രീ ചാർജ് ഡെൻസിറ്റി. നമ്മൾ മുന്നേ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ ചാർജിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, ഇവിടുത്തെ ഈ ഒരു ഡൈവേർജൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിനെ മാത്രമല്ലേ, ഫ്രീ ചാർജ് ഡെൻസിറ്റിനെ മാത്രമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഈ ഒരു ടേമിനെ എന്നാൽ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? വി ക്യാൻ കൺസിഡർ ദിസ് ക്വാണ്ടിറ്റി ആസ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ഡൈഇലക്ട്രിക് മീഡിയം. അപ്പം ഇവിടെ ഈ ഒരു ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ട് ഫ്രീ ചാർജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിയർ വി ക്യാൻ കൺസിഡർ എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന ക്വാണ്ടിറ്റീനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാമെന്ന്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ഡൈഇലക്ട്രിക് മീഡിയം. ഓക്കെ, സോ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. പി എന്താണെന്ന് അറിയാലോ? പോളറൈസേഷൻ ആണ്. എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഡി ആയില്ലേ. അപ്പം നമ്മുടെ ഇക്വേഷൻ 5 എന്തായിരുന്നു? ഡെൽ ഡോട്ട് എപ്സിലോൺ 0 ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ് അല്ലേ. ഇയാളപ്പം ഞാൻ ഡി ആക്കി മാറ്റിയില്ലേ. സോ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. സോ നോക്കി, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 6 ഇൻ ഇക്വേഷൻ 5 വി ഗെറ്റ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. ഇത് എന്ത് ഫോമാണ്? ഇൻ്റഗ്രൽ ഫോമാണോ ഡിഫറൻഷ്യൽ ഫോമാണോ? തീർച്ചയായിട്ടും ഇതെന്താണ്? ഡിഫറൻഷ്യൽ ഫോമാണ്. കാരണം ഡെൽ ഓപ്പറേറ്റർ ആണ്. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. സോ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ്. റോ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജ് ഡെൻസിറ്റി. സോ ദിസ് ഇസ് എ ഗോസസ് ലോ ഇൻ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക് ചെയ്യാൻ പോകുന്നത്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷനെ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും നിങ്ങൾ വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി ടോ ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ എഫ് ഡി ടോ. ഇതാരാ വോളിയം ഇൻ്റഗ്രൽ റോ എഫ് ഡി ടോ ആരാ? നമ്മൾ പറഞ്ഞു റോ ഡി ടോ, വോളിയം ഇൻ്റഗ്രൽ റോ ഡി ടോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആണ്. പക്ഷേ ഇവിടെ റോ എഫ് അപ്പോൾ ടോട്ടൽ ഫ്രീ ചാർജ് ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ക്യൂ എഫ് എന്ന് കൊടുത്തൂടെ? ദാറ്റ് ഈസ് ടോട്ടൽ ഫ്രീ ചാർജ് എന്ന് കൊടുത്തൂടെ? ഓക്കെ, ഇനി വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഇൻറ്റു ഡി ടോ. ഇതിന് ഇൻ്റഗ്രൽ ഫോം, ഇതിപ്പോഴും ഡിഫറൻഷ്യൽ ഫോമില്ല, കാരണം ഇൻ്റഗ്രലും ഡിഫറൻഷ്യലും ടേമില്ല. പക്ഷേ നമുക്ക് അവിടെ ഇൻ്റഗ്രേഷൻ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിവിടെ വീണ്ടും നമ്മൾ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഗോസസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആളാരാ? വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റണം അല്ലേ? വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റുമ്പോൾ ആര് വരും? ഈ ഡെൽ ഡോട്ട് ഒഴിവാകും. അപ്പോൾ വോളിയം ഇൻ്റഗ്രൽ എന്തായിട്ട് മാറണം? സർഫസ് ആയിട്ട് മാറണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ വരിക. When we apply Gauss's divergence theorem to the LHS of this equation, this term become closed surface integral d dot dA. ഓക്കെ, അപ്പോൾ ഗോസസ് ഡൈവേർജൻസ് തിയറം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് ഇൻ്റഗ്രൽ ടു വോളിയം ഇൻ്റഗ്രലും അതേപോലെ വോളിയം ഇൻ്റഗ്രൽ ടു സർഫസ് ഇൻ്റഗ്രൽ ആക്കി മാറ്റാനുള്ള ഒരു തിയറമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരെ എന്താ ചെയ്തത്? വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രൽ ആക്കി മാറ്റുക ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇക്വേഷൻ ബിക്കം ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈക്വൽ ടു ഇത് പറഞ്ഞു ആരാ? QF, total free charge, അല്ലേ? So equal to QF. So this is the integral form of Gauss's law in presence of dielectric, where QF is the free charge enclosed by the dielectric medium. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ബേസിക് ഡെഫിനിഷൻ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടക്റ്റിംഗ് ഷെല്ലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ ഗോസസ് ലോൻ്റെ ഇൻ്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും പറഞ്ഞു. അതേപോലെ നമ്മൾ ഡൈലക്ട്രിക്കിലേക്ക് എത്തിയ സമയത്ത് ഡൈലക്ട്രിക്കിൽ എന്തുകൊണ്ടാണ് എക്സ്പ്രഷൻ മാറാനുള്ള കാരണം എന്ന് പറയാം. അതായത് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിൽ ഫ്രീ ചാർജുകൾ ഉണ്ടാവാം, അതിൻ്റെ കൂടെ ആരും ഉണ്ടാവും? ബൗണ്ട് ചാർജ് ഉണ്ടാവും, പോളറൈസേഷൻ കാരണമുള്ള ബൗണ്ട് ചാർജ് ഉണ്ടാവും. അപ്പോൾ ആ ടോട്ടൽ ചാർജിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യിക്കുന്നത്. അപ്പം ഇൻ പ്രസൻസ് ഓഫ് ഡൈലക്ട്രിക് എന്താണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ? ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വെർ പി ഈസ് ദ പോളറൈസേഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബേസിക് ഡെഫിനിഷൻ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിങ് യൂണിഫോം ലൈൻ ചാർജ് ലാംഡ ഈസ് സറൗണ്ടഡ് ബൈ റബ്ബർ ഇൻസുലേഷൻ ഔട്ട് ടു എ റേഡിയസ് എ. ഫൈൻഡ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമുക്കൊരു സ്ട്രെയിറ്റ് വയർ ഉണ്ട്, ക്യാരിങ് അല്ലെങ്കിൽ ഹാവിങ് എ യൂണിഫോം ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇതാണ് ആ വയർ. അപ്പം ഇതിന് ചുറ്റും എ റേഡിയസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റബ്ബർ ഇൻസുലേഷൻ ഉണ്ട്. അപ്പം എന്തായാലും വയർ ആയതുകൊണ്ട് അതിൻ്റെ റബ്ബർ ഇൻസുലേഷൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിയും ഇയും ആണ് കാണാൻ പറഞ്ഞത്. അതായത് ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഔട്ട്സൈഡ് എവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ഇൻസൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഔട്ട്സൈഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഞാനത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇനീഷ്യലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വയറിന് ചുറ്റും ഞാനൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാണ്. അപ്പം എൻ്റെ ഗോഷ്യൻ സർഫസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, ഹാവിങ് ലെങ്ത് എൽ ആൻഡ് റേഡിയസ് എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിയർ വി ഡ്രോൺ എ ഗോഷ്യൻ സർഫസ് ഓഫ് റേഡിയസ് എസ് ആൻഡ് ലെങ്ത് എൽ ആൻഡ് ബൈ അപ്ലൈയിങ് ഏതാണ് ഇത്? നമുക്ക് ആദ്യം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടേ. അപ്പോൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉള്ള ഗോസസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ്. ഓക്കെ, ഇനി ഇവിടെ ഡി എന്താ? ഡി ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. നമുക്ക് എന്തായാലും ഡീൻ്റെ ഡയറക്ഷനും ഏരിയൻ്റെ ഡയറക്ഷനും, അതായത് ഇപ്പം ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ നമ്മുടെ ഡീൻ്റെ വാല്യൂ ഇങ്ങനെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, ഏരിയൻ്റെ ഡയറക്ഷനും റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഡി നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. നൗ വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് കൺസിഡേർഡ് ഗോഷ്യൻ സർഫസ്? എന്തായിരിക്കും? എന്താ? ഡി ഇൻറ്റു 2πSL. കാരണം 2πS എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിലിണ്ടറിൻ്റെ സർക്കംഫറൻസ് ആണ്. ഇൻറ്റു ലെങ്ത്തും കൂടെ ചെയ്താലേ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഡി ഈക്വൽ ടു 2πS ഇൻറ്റു എൽ ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ്. നമ്മൾ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസ് എത്ര ലെങ്ത് ആണ് എൻക്ലോസ് ചെയ്യുന്നത്? എൽ ലെങ്ത് ആണ് എൻക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ ലൈൻ ചാർജ് ഡെൻസിറ്റി എത്രയാണ്? ലാംഡയാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് എത്രയായിരിക്കും? ലാംഡ ഇൻറ്റു എൽ. സോ ഡി ഇൻറ്റു 2πSL ഈക്വൽ ടു lambda L, or D equal to lambda L divided by
2 pi s l. അപ്പം രണ്ട് സ്ഥലത്തും L ഉണ്ട്, കട്ട് ചെയ്ത് പോകും. സോ ലാംഡ ബൈ 2 pi s. ഇവിടെ S ആലോചിക്കുക, S എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ആണ്, ഗോഷ്യൻ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ഇനി ഇതിന് നമുക്കൊരു വെക്ടർ നൊട്ടേഷൻ ആയി കൊടുക്കണമല്ലോ. നമുക്കറിയാം വെക്ടർ നൊട്ടേഷൻ ആക്കുന്ന സമയത്ത് ഡയറക്ഷൻ വേണം. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും എന്താണ്, സെയിം ആണ്. അപ്പം ഇത് ലൈൻ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ആ ലൈൻ ചാർജിൽ നിന്ന് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അതായത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള റേഡിയസിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്താ നോക്കുക, അപ്പം ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എന്താ പറഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അത് നമ്മുടെ റേഡിയസിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡയറക്ഷൻ കൊടുക്കാം എസ് ക്യാപ്. സോ വെക്ടർ ഡി ഈക്വൽ ടു ലാംഡ ബൈ 2 pi s ഇൻറ്റു എസ് ക്യാപ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിന് മുന്നേ ഞാനൊരു കാര്യം ഇവിടെ പറയാണ്. നോക്കി, ഇവിടെ ലാംഡ ബൈ 2 pi s അതായത് ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം എന്താ, നമ്മുടെ ഈ ഒരു റിസൾട്ട് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ അത് വിത്തിൻ ദ റബ്ബർ ഇൻസുലേഷൻ ആണെങ്കിലും ഔട്ട്സൈഡ് ദ റബ്ബർ ഇൻസുലേഷൻ ആണെങ്കിലും ഇതിൻ്റെ വാല്യൂന് എന്തില്ല, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇറ്റ് ഹോൾഡ്സ് ഗുഡ് ഫോർ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇൻസുലേഷൻ. കാരണം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ആരാണ്, ചാർജാണ്, നോട്ട് ഓൺ ദ മീഡിയം. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ എന്താ പറയുക റബ്ബർ ഷീറ്റ് കണ്ടുപിടിക്കാം. അതായത് ഫോർ എസ് ഗ്രേറ്റർ ദാൻ എ ആണല്ലോ നമ്മുടെ റബ്ബർ ഷീറ്റിൻ്റെ അല്ലെ റബ്ബർ ഇൻസുലേഷൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സ്ഥലം വേണം പുറമേ എന്ന് പറയുമ്പോൾ. സോ ഇൻ ദ ഔട്ട്സൈഡ് റീജിയൻ എസ് ഗ്രേറ്റർ ദാൻ എ. നമുക്കറിയാം ഔട്ട്സൈഡിൽ എയർ ആണ്, വാക്യൂമാണ്. അവിടെ പോളറൈസേഷൻ ഉണ്ടോ, ഇല്ല. പോളറൈസേഷൻ എന്താണ്, അപ്പം 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ എന്ന് മാത്രം പോരെ. ശരിക്കും ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി ആ. പക്ഷേ ഔട്ട്സൈഡ് ദ ഇൻസുലേഷൻ പി ഈക്വൽ ടു 0. കാരണം ഔട്ട്സൈഡ് ദ ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഡൈലക്ട്രിക് മീഡിയം മാറി, അത് എയർ ആയി മാറി അല്ലേ. അപ്പം ഡി ഈക്വൽ ടു എപ്സിലോൺ 0 ഇ. ക്ലിയർ. ഇനി നമുക്ക് വേണ്ട ഇ അല്ലേ. സോ ഇ ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ 0. ഡീൻ്റെ വാല്യൂ നമുക്കുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ബൈ 2 pi s ഇൻറ്റു എപ്സിലോൺ 0. ഇവിടുത്തെ എപ്സിലോൺ 0. അപ്പോൾ ലാംഡ ബൈ 2 pi എപ്സിലോൺ 0 s. ഡയറക്ഷനോ ഇതിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. സോ എസ് ക്യാപ്. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ദിസ് ഈസ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ.